നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം ചുട്ടുപൊള്ളുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ക്രമാതീതമായി താപനില വർദ്ധിക്കും എന്നുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. കേരളം അങ്ങനെ ചൂടിൻ്റെ പിടിയിലായിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ ജനുവരി മാസത്തിൽ 2025 തുടക്കത്തോടുകൂടി തന്നെ മലയാളികളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് സംസ്ഥാനത്ത് താപനില ഉയരുകയാണ്. അടുത്ത 2 ദിവസം താപനില ഉയരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടിനും അസ്വസ്ഥതയുളവാക്കുന്ന കാലാവസ്ഥയ്ക്കുമുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. ചൂടുയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങളും ഇതോടൊപ്പം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതൊക്കെ ജനങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ കൃത്യമായി ചില നിർദ്ദേശങ്ങൾ പാലിക്കുക. പകൽ സമയത്ത് പ്രത്യേകിച്ച് 11 മണി മുതൽ 3 മണി വരെ ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രമിക്കുക. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണം. മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ എന്നിവ ഒഴിവാക്കണം. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാനാകണം ശ്രദ്ധിക്കേണ്ടത്. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് ഏറ്റവും ഉചിതം. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. ORS ലായനി, സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം കൂടുതലായി പ്രോത്സാഹിപ്പിക്കാം. മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തം വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫയർ ഓഡിറ്റ് കൃത്യമായി നടത്തി വേണ്ട വിധത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുക. ചൂട് വർദ്ധിക്കുന്ന ഘട്ടത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളുമൊക്കെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.